നമ്മൾ റീൽസ് MLA നജീബ് കാന്തപുരത്തിൻ്റെ കുറച്ച് ലീലാവിലാസങ്ങളൊന്നും കാണിച്ചു തരാം. ചില സമയങ്ങളിൽ നടത്തപ്പെടുന്ന ലീലാവിലാസങ്ങൾ ഒന്നും കണ്ടു നോക്കല്ലേ. ആദ്യം നമ്മളൊരു കൊല്ലം ബാക്കിൽ കൂടെ പോയേക്കാം. അന്ന് 1,26,00,000 രൂപ നമ്മളെ ജില്ലാ ആശുപത്രിക്ക് വേണ്ടിയിട്ട് ചിലവാക്കി സർക്കാർ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്താ കൊട്ടി ഘോഷിക്കൽ. ഹായ് ഒന്നും കണ്ടോക്കാണി. ഇന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ 1,26,00,000 രൂപ അനുവദിച്ച് ഇവിടെ നമ്മുടെ പുതിയ OP ബ്ലോക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായി. ഈ പുതിയ കെട്ടിടം വരുന്നതോടെ നമ്മുടെ 10 OPകൾ അല്ലേ ആറമ്മോ, 10 OPകൾ ഇപ്പോൾ നമുക്ക് പുതുതായി തുറക്കുകയാണ്. ഡോക്ടർമാരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് ഇരുന്നത്. വളരെ കുടിസു മുറികളിലായിരുന്നു. കുറച്ചൊരു കാറ്റും വെളിച്ചവും കൊണ്ട് അവർക്ക് സമാധാനത്തോടെ രോഗികളെ പരിശോധിക്കാനുള്ള സാഹചര്യം NHMന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അതിന് വളരെയേറെ മുൻകൈ എടുത്തിട്ടുള്ള ഇവിടെ ഞങ്ങളെല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളായി നിൽക്കുമ്പോഴും ബഹുമാന്യനായ ചെയർമാൻ ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഈ നാടിൻ്റെ പൊതുവിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കണ്ടില്ലേ. ഇനി രണ്ടാമത് ഒന്ന് കണ്ടോക്കാണ്. നിയമസഭയ്ക്ക് എത്തിയേക്ക് പറയണത് ജില്ലാ ആശുപത്രി എന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റും ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതും ഒന്ന് കണ്ടോക്കാണ് നിങ്ങൾ. ഒരു ഫെസിലിറ്റി ഒരു കാര്യങ്ങളുള്ള സാധാരണ ജനങ്ങൾ ആയിരങ്ങൾ വന്ന് പോണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് പറയണത് MLA. അതൊന്നും കണ്ടോക്കാണി. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് സർക്കാർ ആശുപത്രിയിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് കീറുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? എത്ര ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു പ്രസവം പോലും ഒരു സിസേറിയൻ പോലും നടക്കുന്നില്ല. കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. സർ, എന്നെ അമ്പരപ്പിച്ചതും ദുഃഖിപ്പിച്ചതും പെരിന്തൽമണ്ണ അംഗം, ബഹുമാന്യനായിട്ടുള്ള പെരിന്തൽമണ്ണ അംഗം, അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് സർ. അദ്ദേഹം ഈ സഭയിൽ പറയുകയാണ് സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് പുറത്താണ് എന്നുള്ളത്. സർ, ആരെ സഹായിക്കാനാണ് സർ അത്? സാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സർ, അദ്ദേഹം അത് പിൻവലിക്കണം. രണ്ട് വാക്ക് പറയാം. ഒരു പേഷ്യന്റിന്റെ കഴുത്തറക്കുന്ന ഒരു കഴുത്തറപ്പൻ കോർപ്പറേറ്റുകളല്ല നമ്മളെ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകൾ എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം പകരുന്ന ഒരു കാര്യം. ഞങ്ങളെ പറയാനായിട്ടില്ലേ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയിട്ട് താങ്ങി കൊടുക്കുക. കണ്ടില്ലേ എത്ര ഉയർത്തി വെക്കണ അറിയോ? പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരെ കൈത്തറുപ്പൻ പൈസ ഒന്നും വാങ്ങണില്ല. എന്ത് കൈത്തറുപ്പൻ വാങ്ങണില്ല? ഇപ്പം എൻ്റെ വാങ്ങണില്ല എന്നുള്ളത്. ഇപ്പം എന്താ വെച്ചാൽ ഇലക്ഷൻ്റെ ടൈമായി. കാരണം ഈ പറഞ്ഞ കുത്തക മുതലാളിമാരൊക്കെ കാശിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോരാ. ചില സമയങ്ങളിൽ ഇങ്ങനെ ഇരട്ടത്താപ്പ് കാട്ടി നിൽക്കുന്ന MLA എന്ന് പറയുന്നതിൻ്റെ കഥകൾ ഇതാണ്. ഇനി നമ്മുടെ ഈ വിദ്വാൻ എത്ര കൊടുത്തിരിക്കണ്? ഈ 5 വർഷത്തിനുള്ളിൽ നമ്മളെ ജില്ലാ ആശുപത്രി പ്രതിദിനം ആയിരക്കണക്കിന് ജനങ്ങൾ വന്ന് പോണ പ്രതിനിധീകരിക്കുന്നത് എത്രയാണ്? 8 ലക്ഷം ഉറുപ്പി ഒരു MLA കൊടുത്തിക്കണ്. എന്നാൽ ഈ MLA വേറെ ഭാഗങ്ങളിൽ ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ തന്നെ 1 കോടി ചില്ലാനം രൂപയുടെ വികസനം വെച്ചിട്ടുണ്ട്. ഈ ജില്ലാ ആശുപത്രി അയക്ക് കൊടുത്ത് വെറും 8 ലക്ഷം ഉറുപ്പി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇവർ വന്നിട്ട് ഇങ്ങനെ പറയണത് മറ്റേ സർക്കാരൊന്നും ചെയ്തില്ല, സർക്കാരൊന്നും ചെയ്യണില്ല, ഇതാക്കണില്ല എന്ന്. സ്വന്തം മണ്ഡലത്തിലെ ഒരു ജില്ലാ ആശുപത്രിക്ക് 10 പൈസ നീക്കി വെക്കാനില്ലാത്ത റീലെടുക്കണ MLA അല്ല വേണ്ട, ജനങ്ങൾക്ക് റിയൽ MLA വേണ്ട. അതിന് നിങ്ങളെല്ലാവരും നമ്മുടെ സ്ഥാനാർത്ഥി VP അനീഫ എന്ന ബാപ്പുട്ടിക്ക് വോട്ട് ചെയ്യും. ഓക്കെ, കാണിച്ചു തരും റിയൽ MLA എന്ത് ചെയ്യാന്നുള്ളതും റീൽ MLA എന്താ ചെയ്യാന്നുള്ളതും. ഓക്കെ.